എന്തായാലും ഇതിനെക്കുറിച്ച് പോലീസിലൊന്നും പരാതി കൊടുത്തില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്നു. മാത്രമല്ല ഒരുപക്ഷെ ഭർത്താവിനോടും തൻ്റെ മകളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അതുല്യ പരാതിയൊന്നും കൊടുക്കാത്തത്. കടുത്ത പീഡനമാണ് ഈ കുട്ടി ഏറ്റുവാങ്ങിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുകയായിരുന്നു ഈ വീട്ടിലെന്ന കാര്യത്തിൽ സംശയമില്ല. അതുല്യെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഒരു വിചിത്ര വാദമാണ് അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കർ എന്ന് ഷാർജയിൽ ഉന്നയിച്ചത്. അതുല്യ ഗർഭഛിദ്രം നടത്തിയത് തന്നെ പ്രകോപിപ്പിച്ചെന്നും മദ്യപിക്കുമ്പോൾ അത് തനിക്ക് ഓർമ്മ വരുമെന്നും അതോടെ താൻ മറ്റൊരാളായി മാറുമെന്നും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചിത്രമായ പ്രതികരണം. നിരപരാധിയാണെന്ന സതീഷിൻ്റെ വാദം അതുല്യയുടെ പിതാവ് തള്ളിക്കളഞ്ഞു. കൊല്ലം നിലമേലിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയുടെ പിതാവ് ത്രിവിക്രമൻ നായർ അതുല്യയുടെ മാതാപിതാക്കളെ ഇന്ന് പോയി കണ്ടു. മദ്യപിച്ച് ലക്കുകെട്ട് സതീഷ് ക്രൂരമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ സതീഷിന്റേത് വിചിത്രമായ ന്യായീകരണങ്ങൾ. അതുല്യയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു പ്രശ്നവുമില്ലെന്നും സതീഷ്. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മുറിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കില്ല. ഇവർ പറയുന്ന കണക്ക് എല്ലാ ദിവസവും വെള്ളം അടിക്കുന്നു, എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നു, അങ്ങനെയൊന്നും അല്ല. അതുല്യയുടെ മരണത്തിന് പിന്നാലെ അയൽവാസിയെ വിളിച്ച് താൻ നിരപരാധിയാണെന്നും സതീഷ് പറഞ്ഞു. നിരപരാധിയെന്ന സതീഷിന്റെ വാദം അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള തള്ളി. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിപ്പറയുന്ന ആളാണ് സതീഷ് എന്ന് പിതാവ്. അത് പിന്നെ ഓരോ ന്യായങ്ങൾ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായപ്പോൾ പറയുന്ന ഒരു മുടന്തന്യായമായിരിക്കും. അതൊരു വാദം മാത്രം പറയുന്നുള്ളത്. സതീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു. 10 വയസ്സുള്ള മകളെ കരുതി എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നെന്നും കുടുംബം. മകൻ വിളിക്കാർ പോലുമില്ലെന്ന് സതീഷിന്റെ മാതാവ് ഉഷ 24നോട് പറഞ്ഞു. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മോൻ മരിച്ചെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞു പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളുമില്ല. കൊല്ലം നിലമേലിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ അതുല്യയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. 24 കൊല്ലം. എന്തായാലും സങ്കടകരമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കട്ടെ. ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഭർത്തൃ സ്വവസ്ഥയിൽ ഉണ്ടാകാതിരിക്കട്ടെ.